റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നോൺ വെജ് വിഭവങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻ കറിയോടാണ്. മീനിൽ ധാരാളം കാൽസ്യം ഉള്ളതുകൊണ്ട് അത് വളരെ നല്ലതാണ്. നമ്മൾ പലതരത്തിലുള്ള മീൻ കറികൾ വയ്ക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല നാടൻ രീതിയിൽ വളരെ ലളിതമായിട്ടൊരു മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. ഞങ്ങളിവിടെ 1 കിലോ മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചൂരമീനാണ്. ഞങ്ങളിവിടെ തൊലി കളയാതെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. തൊലി കളഞ്ഞ് എടുത്താലും നല്ലതാണ്. ചെറിയ ഉള്ളി, ഇത് 4-5 ചുള ചെറിയ ഉള്ളി, ഇഞ്ചി നന്നായി ചതച്ചെടുത്തത്, വെളുത്തുള്ളി, പച്ചമുളക്, ഇവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, തക്കാളി, ഇവിടെ ഒരു ചെറിയ തക്കാളി പേസ്റ്റ് രൂപത്തിൽ അടിച്ചു വെച്ചത്, മല്ലിപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് വറുത്ത് ഉണ്ടാക്കിയ മല്ലിപ്പൊടിയാണ്, പിന്നെ കടുക്, മുളക് പൊടി, സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞൾ കഴുകി വാരി ഉണക്കി നമ്മൾ പിന്നെ പൊടിച്ചു വെച്ചതാണ്, പിന്നെ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ പൊടിച്ചത്, കുടംപുളി, ഒരു 3 കഷ്ണം കുടംപുളി ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില. ഇന്ന് നമുക്ക് മൺചട്ടിയിൽ മീൻകറി തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ തന്നെ വീടിൻ്റെ മുറ്റത്തുള്ള നല്ല കറിവേപ്പിലാണ്, കടകളിൽ നിന്ന് വാങ്ങിച്ചതല്ല. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചതച്ച് വെച്ചാണ്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. നമുക്ക് ഇഞ്ചി ചതച്ചിടാൻ ഇഷ്ടമില്ലാത്തവർക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കൂടത്തിൽ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 6 പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി ചേർക്കാം. ഈ ചെറിയുള്ളി വീട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ നമുക്കൊരു സവോളയുടെ ചെറിയ കഷ്ണം എടുത്താലും മതി. ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ രുചി. നന്നായിട്ട് അതിൻ്റെ എല്ലാ പച്ചമുളകിൻ്റെ, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ അതൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ നല്ലതാണ്. നമുക്കൊന്ന് ഇളക്കി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടും. ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ മല്ലി ചേർക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഈ മുളക് പൊടി ചേർക്കും. കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല നിറവും രുചിയും കൂടുതലായിട്ട് കിട്ടും. അതുപോലെ തന്നെ സാധാരണ മുളക് പൊടി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ട് മുളക് പൊടി നമുക്ക് കുറച്ച് ചേർത്താലും മതി. നന്നായിട്ട് ചെറിയൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മളൊരു ചെറിയൊരു തക്കാളി അരിഞ്ഞ് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 ചെറിയ കഷ്ണം പുളി അവിടെ ഇട്ട് വെച്ചിരിക്കുക. നമ്മൾ ഓൾറെഡി ഇവിടെ തക്കാളിയുടെ പേസ്റ്റ് ചേർത്തതുകൊണ്ട് നമുക്ക് പുളി അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിച്ച പുളി വെള്ളത്തിലിട്ട് വെച്ചാണ്. ആ വെള്ളത്തോട് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുവാണ്. ഇത് 1 കപ്പ് വെള്ളമാണ്. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കി വെച്ചിട്ട്, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് കറി ഒന്ന് തിളച്ചത് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലിപ്പം ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നു. ഈ ഉലുവാപ്പൊടി പെട്ടെന്ന് നമുക്ക് ഈ സമയത്ത് പൊടി ഇടാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ആ കടുകിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ചൂരമീൻ തന്നെ കിട്ടിയില്ലെങ്കിലും അയിലയോ മറ്റ് നെയ്മീനാണെങ്കിൽ എന്ത് മീനാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. തിളച്ച ശേഷം ഇടാം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകും. പിന്നെ സ്പൂൺ ഇട്ട് നമ്മൾ ഇളക്കരുത്. നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചെറു തീയിലിട്ട് വെന്താൽ നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനൊക്കെ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കുറുകേണ്ടവർക്ക് അതൊന്നുകൂടെ വീണ്ടും കുറുക്കിയെടുക്കാം. അതുപോലെ ചാറൊക്കെ വേണ്ടവർക്ക് നമ്മൾ ആ രീതിയിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് ചെയ്തെടുക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ കൂടെ അതുപോലെ ചോറിൻ്റെ കൂട്ടിലൊക്കെ കൂട്ടി കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു വിഭവമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.